സംസ്ഥാനത്ത് 155 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിൽ ആണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് 9 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. പഞ്ചായത്ത് ജില്ലാ തലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റുകളും ഇതിനോടൊപ്പം ഒരുക്കും. ഈ വർഷം പകർച്ചവ്യാധി വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ നീക്കം. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ദിനംപ്രതി ഇങ്ങനെ ഒരു രോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ ആശങ്കപ്പെടേണ്ട സിറ്റുവേഷൻ അല്ലേ? വയനാടിന് പുറമെ തിരുവനന്തപുരത്തും ഷിഗല്ല പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തരത്തിൽ, അതായത് പടർന്ന് പിടിക്കുകയല്ല, പക്ഷേ തിരുവനന്തപുരത്ത് 9 പേർക്കാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പകർച്ചവ്യാധി വ്യാപനം ഈ വർഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്ത് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും പ്രത്യേക സമിതികളെ രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട മേൽ നടപടികൾ സ്വീകരിക്കാൻ. കാരണം ഇനിയങ്ങ് മഴക്കാലമാണ്, പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. അവിടെ ഏതൊക്കെ തരത്തിലായിരിക്കണം ഇടപെടലുകൾ, പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായി ഈ മരുന്നുകൾ എത്തിക്കുക, അതോടൊപ്പം ഈ രോഗികൾക്ക് പരിചരണം ഉറപ്പാക്കുക, ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായൊരു മേൽനോട്ടം ഉണ്ടാകും. ഇതിങ്ങനെ പടർന്നു പിടിക്കുന്നത് ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് വരുതിയിൽ നിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകിക്കൊണ്ട് തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ശക്തമായ മുന്നേറ്റമാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഷിഗല്ല ബാധിതരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പടർന്നു പിടിക്കുകയല്ല, പടരുകയാണ് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യപ്രകാരം മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.